പ്രിയ വിദ്യാർത്ഥികളെ, 2022 മാർച്ച് മാസം നടക്കുന്ന SSLC ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഫോക്കസ് ഏരിയ ലെസൺസ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന പാഠത്തെ അടിസ്ഥാനമാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, ഗ്രാമർ എലിമെൻറ്റ്സ്, ഡിസ്കോഴ്സസ് ഇവയെല്ലാം വിശദീകരിക്കുന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കാദ്യം ടെക്സ്ച്വൽ പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് പരിശോധിക്കാം. ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വിദ്യാർത്ഥികൾ പാഠഭാഗം ശരിയാം വിധം അറിഞ്ഞിരിക്കണം. ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്നുള്ള ലെസൺ മലയാളത്തിൽ വളരെ ലളിതമായി വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നൽകുന്നുമുണ്ട്. ആ വീഡിയോ കണ്ട് വിദ്യാർത്ഥികൾ ഈ ലെസൺ ശരിയാം വിധം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ആദ്യ 2 പാസേജ് അടിസ്ഥാനമാക്കിയുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ഇവിടെ നൽകിയിരിക്കുന്നു. ക്വസ്റ്റ്യൻ 1. വാട്ട് ഡസ് അഡീഷി കോൾ ഹെർ പേഴ്സണൽ സ്റ്റോറീസ്? തൻ്റെ വ്യക്തിപരമായ കഥകളെ എന്ത് പേരിലാണ് അഡീഷി വിളിക്കുന്നത്? ആൻസർ: അഡീഷി കോൾസ് ഹെർ പേഴ്സണൽ സ്റ്റോറീസ് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന പേരിലാണ് സ്വന്തം അനുഭവ കഥകളെ അഡീഷി വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ 2. വേർ ഡിഡ് അഡീഷി ഗ്രോ അപ്പ്? എവിടെയാണ് അഡീഷി വളർന്നത്? ആൻസർ: ഷീ ഗ്രൂ അപ്പ് ഓൺ എ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇൻ ഈസ്റ്റേൺ നൈജീരിയ. ഈസ്റ്റേൺ നൈജീരിയയിലെ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് അവർ വളർന്നത്. ക്വസ്റ്റ്യൻ 3. Why does Adishi say she was an early reader? താൻ ഒരു ഏർലി റീഡർ, വളരെ ചെറുപ്പത്തിലെ വായന തുടങ്ങിയ ആളായിരുന്നു എന്ന് എന്തുകൊണ്ട് അഡീഷി പറയുന്നു? ആൻസർ: Though her mother says Adishi started reading at the age of 2, she believes that it happened at the age of 4. തൻ്റെ അമ്മ പറയുന്നത് 2-ാം വയസ്സിൽ തന്നെ അഡീഷി വായിക്കാൻ തുടങ്ങി എന്നാണെങ്കിലും അഡീഷി വിശ്വസിക്കുന്നത് 4-ാം വയസ്സിൽ എന്തായാലും അത് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. എനിഹൗ, ഷി വാസ് ആൻ ഏർലി റീഡർ. 2-ാം വയസ്സിലാണെങ്കിലും 4-ാം വയസ്സിലാണെങ്കിലും അത്തരം ചെറുപ്പത്തിൽ തന്നെ വായന തുടങ്ങിയ ഒരു ഏർലി റീഡർ ആയിരുന്നു അഡീഷി. ക്വസ്റ്റ്യൻ 4. വാട്ട് കൈൻഡ്സ് ഓഫ് ബുക്സ് ഡിഡ് അഡീഷി റീഡ് ഇൻ ഹെർ ചൈൽഡ്ഹുഡ്? കുട്ടിക്കാലത്ത് അവർ ഏത് തരത്തിലുള്ള പുസ്തകങ്ങളായിരുന്നു വായിച്ചിരുന്നത്? ആൻസർ: ഷി റെഡ് ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ചിൽഡ്രൻസ് ബുക്സ് ഇൻ ഹെർ ചൈൽഡ്ഹുഡ്. ബ്രിട്ടീഷ്, അമേരിക്കൻ ബാലസാഹിത്യ പുസ്തകങ്ങളായിരുന്നു അവർ കുട്ടിക്കാലത്ത് വായിച്ചിരുന്നത്. ക്വസ്റ്റ്യൻ 5. At what age did Adishi start writing? ഏത് പ്രായത്തിലാണ് അഡീഷി എഴുതാൻ തുടങ്ങിയത്? ആൻസർ: അഡീഷി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് അറ്റ് ദി ഏജ് ഓഫ് 7. 7-ാം വയസ്സിൽ അവർ എഴുതാൻ തുടങ്ങി. ക്വസ്റ്റ്യൻ 6. How did she write stories and who was obliged to read them? എങ്ങനത്തെ കഥകളായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവർ എഴുത്ത് തുടങ്ങിയത്? ആദ്യകാല എഴുത്തുകളൊക്കെ വായിക്കാൻ ആരായിരുന്നു നിർബന്ധിക്കപ്പെട്ടത്? ആൻസർ: അഡീഷി റോട്ട് സ്റ്റോറീസ് ഇൻ പെൻസിൽ വിത്ത് ക്രയോൺ ഇലസ്ട്രേഷൻസ്. പെൻസിൽ കൊണ്ടെഴുതി ക്രയോൺ ഇലസ്ട്രേഷൻസ്, കളർ പെൻസിൽ കൊണ്ട് ചിത്രങ്ങൾ തീർത്തുള്ള കഥകളായിരുന്നു കുട്ടിക്കാലത്ത് എഴുതിയിരുന്നത്. ഹെർ മദർ വാസ് ഒബ്ലൈജ്ഡ് ടു റീഡ് ദം. അവരുടെ അമ്മയാണ് അതൊക്കെ വായിക്കാൻ നിർബന്ധിക്കപ്പെട്ടത്. ക്വസ്റ്റ്യൻ 7. വാട്ട് കൈൻഡ് ഓഫ് സ്റ്റോറീസ് ഡിഡ് ഷി റൈറ്റ്? ഏത് തരത്തിൽപ്പെട്ട കഥകളായിരുന്നു അഡീഷി ആദ്യകാലത്ത് രചിച്ചത്? ആൻസർ: ഷി റോട്ട് എക്സാക്ട്ലി ദ കൈൻഡ്സ് ഓഫ് സ്റ്റോറീസ് ഷി വാസ് റീഡിംഗ്. അവർ വായിക്കുന്ന തരത്തിലുള്ള കഥകൾ തന്നെയായിരുന്നു എഴുതിയിരുന്നത്. Question 8. What type of characters did Adishi create in her stories?
തൻ്റെ കഥകളിൽ ഏത് തരത്തിൽപ്പെട്ട കഥാപാത്രങ്ങളെയായിരുന്നു അവർ സൃഷ്ടിച്ചത്? ആൻസർ: Her characters were white and blue-eyed. They played in the snow, ate apples, and talked a lot about weather. വെള്ളക്കാരായ നീലക്കണ്ണുള്ള കഥാപാത്രങ്ങളെയാണ് അഡീഷി ആദ്യകാലത്ത് സൃഷ്ടിച്ചത്. അവർ മഞ്ഞിൽ കളിച്ച്, ആപ്പിൾ ഭക്ഷിച്ച്, കാലാവസ്ഥയെക്കുറിച്ചൊക്കെ ഏറെ ചർച്ച ചെയ്തു. അത്തരം കഥാപാത്രങ്ങളെയായിരുന്നു സൃഷ്ടിച്ചത്. Question 9. How were her characters different from her real life experiences? സ്വന്തം അനുഭവത്തിൽ നിന്ന് ഏത് തരത്തിൽ വ്യത്യസ്തപ്പെട്ടവരായിരുന്നു അഡീഷിയുടെ കഥാപാത്രങ്ങൾ? അഡീഷി ഉണ്ടാക്കുന്ന കഥാപാത്രങ്ങളും സ്വന്തം അനുഭവങ്ങളും ഏത് രീതിയിലായിരുന്നു വ്യത്യാസപ്പെട്ടിരുന്നത്? ആൻസർ: In her real life, Adishi hadn't played in the snow. She ate mangoes and never talked about weather. നൈജീരിയക്കാരിയായ അഡീഷി അവർക്കൊരിക്കലും മഞ്ഞിൽ കളിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം നൈജീരിയയിൽ മഞ്ഞുണ്ടായിരുന്നില്ല. ഷീ എയ്റ്റ് മാംഗോസ്. നൈജീരിയക്കാർ കൂടുതലും ഭക്ഷിച്ചിരുന്നത് മാങ്ങയായിരുന്നു. ആൻഡ് നെവർ ടോക്ക്ഡ് അബൌട്ട് വെദർ. അവർക്ക് കാലാവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വന്നിരുന്നില്ല. വ്യത്യസ്തമായ കാലാവസ്ഥ അമേരിക്കയിലെ പോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ നൈജീരിയയിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത പാസേജുമായി ബന്ധപ്പെട്ട ഏതാനും ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും. Question 10. What, according to Adishi, influenced her in creating foreign characters? വിദേശ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതിൽ അഡീഷിയെ സ്വാധീനിച്ച കാര്യങ്ങൾ അവരുടെ അഭിപ്രായത്തിൽ എന്തായിരുന്നു? Answer: As a child, Adishi was influenced by the stories she read, in which the characters were foreign. ചെറുപ്പത്തിൽ അവർ വായിച്ച കഥകൾ, അതിലെ കഥാപാത്രങ്ങളെല്ലാം വിദേശികളായിരുന്നു. അതായിരുന്നു വിദേശ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ അവരെ സ്വാധീനിച്ചത്. Question 11. Identify a word from the passage that means easily influenced. Easily influenced, വളരെ എളുപ്പത്തിൽ സ്വാധീനിക്കുന്ന എന്നർത്ഥം വരുന്ന ഒരു പദം ഈ പാസേജിൽ നിന്ന് കണ്ടെത്തുക. ആൻസർ: The word impressionable means easily influenced. ഈ അർത്ഥം വരുന്ന പദം impressionable എന്നാണ്. Question 12. What was Adishi's single story of books? പുസ്തകങ്ങളെക്കുറിച്ച് അഡീഷിക്കുണ്ടായിരുന്ന സിംഗിൾ സ്റ്റോറി എന്തായിരുന്നു? ആൻസർ: Adishi believed that books by their very nature should have foreign characters and their subject matter should be unfamiliar to us. This was her single story of books. അഡീഷി വിശ്വസിച്ചത് പുസ്തകങ്ങളിൽ വിദേശ കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കണം, പുസ്തകങ്ങളുടെ പ്രതിപാദ്യ വിഷയം നമുക്ക് പരിചയമുള്ളതാകരുത് എന്നായിരുന്നു ആദ്യകാലത്ത് അഡീഷി വിശ്വസിച്ചിരുന്നത്. ഇതായിരുന്നു പുസ്തകങ്ങളെക്കുറിച്ച അവരുടെ സിംഗിൾ സ്റ്റോറി. Question 13. When did Adishi's single story of books change? പുസ്തകങ്ങളെക്കുറിച്ച അവരുടെ സിംഗിൾ സ്റ്റോറി എപ്പോഴാണ് മാറിയത്? ആൻസർ: When Adishi got opportunity to read African books, her single story of books changed. ആഫ്രിക്കൻ പുസ്തകങ്ങൾ വായിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ പുസ്തകങ്ങളെക്കുറിച്ച് അവരുടെ ധാരണകൾ മാറി. Question 14. Name 2 African writers whose books Adishi happened to read. അഡീഷി വായിക്കാനിടയായ ആഫ്രിക്കൻ എഴുത്തുകാർ, 2 എഴുത്തുകാരുടെ പേര് പറയുക. ഇതേ ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിലും ചോദിക്കാം. Who were the African writers whose books Adishi happened to read? അഡീഷി വായിക്കാനിടയായ ആഫ്രിക്കൻ പുസ്തകങ്ങളുടെ രചയിതാക്കൾ, 2 ആഫ്രിക്കൻ റൈറ്റേഴ്സ് ആരൊക്കെയായിരുന്നു? ഏത് രീതിയിൽ ചോദിച്ചാലും നമ്മുടെ ആൻസർ ഒന്ന് തന്നെ.
Answer. ഷിനുവ എഷീബി ആൻഡ് കമറ ലായർ were the two African writers. ഇവരായിരുന്നു ആ രണ്ട് ആഫ്രിക്കൻ എഴുത്തുകാർ. Question 15. What did Adichie realize when she read African books or books by African writers? ആഫ്രിക്കൻ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അഡീഷിക്ക് ബോധ്യമായ കാര്യമെന്തായിരുന്നു? ആൻസർ. When Adichie read books by the African writers, she realized that girls like her, with chocolate-colored skin and kinky hair, could also exist in literature. ആഫ്രിക്കൻ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് അവർക്കൊരു കാര്യം ബോധ്യമായത്. തന്നെപ്പോലെ ഇരുണ്ട തൊലിനിറമുള്ള ചുരുണ്ട തലമുടിയുള്ള പെൺകുട്ടികൾക്കും സാഹിത്യത്തിൽ സ്ഥാനമുണ്ട് എന്ന കാര്യം. Question 16. Why did Adichie love the American and British books she read? എന്തുകൊണ്ടാണ് അഡീഷി വായിച്ച അമേരിക്കൻ ബ്രിട്ടീഷ് പുസ്തകങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നത്? ആൻസർ. The American and British books stirred her imagination and opened up new worlds for her. തൻ്റെ ഭാവനകളെ ഉണർത്തി തനിക്ക് മുമ്പിൽ പുതുലോകങ്ങൾ തുറന്നു തന്നത് ചെറുപ്പത്തിൽ വായിച്ച അമേരിക്കൻ ബ്രിട്ടീഷ് പുസ്തകങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ആ പുസ്തകങ്ങളെ അവർ ഏറെ ഇഷ്ടപ്പെടുന്നത്. Question 17. Why did she like the African books? Or how did the African books help Adichie? രണ്ട് രീതിയിലും ഈ ചോദ്യം ചോദിക്കാം. എന്തുകൊണ്ടാണ് അഡീഷി ആഫ്രിക്കൻ പുസ്തകങ്ങളെ ഇഷ്ടപ്പെട്ടത്? അതല്ലെങ്കിൽ ആഫ്രിക്കൻ പുസ്തകങ്ങൾ ഏത് രീതിയിലാണ് അഡീഷിക്ക് സഹായകരമായത്? ആൻസർ. The African books saved Adichie from having a single story of what books were. പുസ്തകങ്ങൾ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറി, അതിൽ നിന്ന് അഡീഷിയെ രക്ഷപ്പെടുത്തിയത് ആഫ്രിക്കൻ പുസ്തകങ്ങളായിരുന്നു. പുസ്തകങ്ങൾ എന്താകണമെന്നുള്ള ഒരു തെറ്റായ ധാരണ നേരത്തെ ഉണ്ടായിരുന്നു. വിദേശ കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കണം, പ്രതിപാദ്യ വിഷയം പരിചയമുള്ളതാകരുത് എന്നൊക്കെയായിരുന്നു ആദ്യകാലത്തുണ്ടായ സിംഗിൾ സ്റ്റോറി. അത്തരം സിംഗിൾ സ്റ്റോറിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആഫ്രിക്കൻ പുസ്തകം. അടുത്ത രണ്ട് പാസേജുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും. Question 18. What do you know about Adishie's family? Or what information do you get about Adishie's family from these passages? ഈ പാസേജുകളിൽ നിന്ന് അഡീഷിയുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരം എന്ത്? ആൻസർ. Adichie belonged to a conventional middle-class Nigerian family. Her father was a professor and mother was an administrator. Adichie പുരാതനമായ ഇടത്തരം നൈജീരിയൻ കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു. അവരുടെ ഫാദർ ഒരു പ്രൊഫസറും മദർ അഡ്മിനിസ്ട്രേറ്ററും ആയിരുന്നു. Question 19. Who was Fide? Or who was the new houseboy Adichie's family got when she turned 8? അഡീഷിക്ക് 8 വയസ്സായപ്പോൾ അവരുടെ കുടുംബത്തിന് ലഭിച്ച ഹൗസ് ബോയ്, വേലക്കാരൻ കുട്ടി ആരായിരുന്നു? ആൻസർ. Fide was the new houseboy whom Adishie's family got when Adichie was 8. അഡീഷിക്ക് 8 വയസ്സായപ്പോൾ അഡീഷിയുടെ കുടുംബത്തിന് ലഭിച്ച വേലക്കാരൻ കുട്ടി ഫിഡെ ആയിരുന്നു. Question 20. What was the only thing Adishie's mother told her about Fide? ഫിഡയെക്കുറിച്ച് അഡീഷിയുടെ അമ്മ അവരോട് പറഞ്ഞ ഏക കാര്യം എന്തായിരുന്നു? ആൻസർ. The only thing Adishie's mother told her about Fide was that his family was very poor. ഫിഡയുടെ കുടുംബം വളരെ പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു, ദാരിദ്ര്യത്തിലായിരുന്നു ആ കുടുംബം എന്ന കാര്യം മാത്രമാണ് അഡീഷിയുടെ അമ്മ എപ്പോഴും അഡീഷിയോട് പറഞ്ഞത്. Question 21. What did Adishie's mother do to help Fide's family? ഫിഡയുടെ കുടുംബത്തെ സഹായിക്കാൻ അഡീഷിയുടെ അമ്മ എന്താണ് ചെയ്തത്? ആൻസർ. Adishie's mother sent yams and rice and their old clothes to Fide's family. ഫിഡയുടെ കുടുംബത്തിലേക്ക് അരിയും കിഴങ്ങുകളും
അവർ ഉപയോഗിച്ച പഴയ വസ്ത്രങ്ങളുമെല്ലാം നൽകി. Question 22. Finish your food. Don't you know? People like Fide's family have nothing. Who to whom and when said these words? ആര് ആരോട് എപ്പോൾ ഈ വാക്കുകൾ പറഞ്ഞു? Answer. Adishi's mother would say these to Adishi when she did not finish her dinner. Adishi ഭക്ഷണം പൂർത്തീകരിച്ച് കഴിക്കാതിരിക്കുമ്പോൾ അഡീഷിയുടെ അമ്മ അഡീഷിയോട് ഈ വാക്കുകൾ പറയുമായിരുന്നു. Question 23. Why did Adishi feel enormous pity for Fide's family? ഫിഡയുടെ കുടുംബത്തെക്കുറിച്ച് അഡീഷിക്ക് വലിയ ദയ തോന്നി എന്തുകൊണ്ട്? Answer. Adishi heard a lot about the poverty of Fide's family. So she felt enormous pity for Fide's family. ഫിഡയുടെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് അഡീഷി ധാരാളം കേട്ടിരുന്നു. അതുകൊണ്ടാണ് ആ കുടുംബത്തെക്കുറിച്ച് അവർക്ക് വലിയ ദയ തോന്നിയത്. Question 24. What did Fide's mother show to Adishi when she visited his family? Or why was Adishi startled when Adishi visited Fide's family? ഫിഡയുടെ കുടുംബം സന്ദർശിച്ചപ്പോൾ ഫിഡയുടെ അമ്മ അഡീഷിക്ക് എന്താണ് കാണിച്ചു കൊടുത്തത്? അതല്ലെങ്കിൽ ഫിഡയുടെ വീട് സന്ദർശിച്ചപ്പോൾ അഡീഷി ഞെട്ടിപ്പോയി എന്തുകൊണ്ട്? Answer. Fide's mother showed Adishi a beautifully patterned basket of dyed raffia made by Fide's brother. ഫിഡയുടെ സഹോദരൻ ഉണ്ടാക്കിയ മനോഹരമായ ഒരു ബാസ്ക്കറ്റ്, റാഫിയ പനയോലകൾ മെടഞ്ഞുണ്ടാക്കി ഡൈഡ് വർണ്ണങ്ങൾ കൊടുത്ത് മനോഹരമാക്കിയ ആ ബാസ്ക്കറ്റ് കണ്ടുകൊണ്ടാണ് അഡീഷി ഞെട്ടിയത്. ആ ബാസ്ക്കറ്റാണ് അമ്മ അഡീഷിക്ക് കാണിച്ചു കൊടുത്തത്. Then question 25. Find out from these passages 3 words that are synonymous to the following words. ഇവിടെ 3 പദങ്ങൾ നൽകിയിരിക്കുന്നു. അവയുടെ ഏകദേശ പര്യായമായ 3 പദങ്ങൾ പാസേജിലുണ്ട്. അവ കണ്ടെത്തുക. നൽകിയിരിക്കുന്ന പദങ്ങൾ ട്രഡീഷണൽ, എക്സ്ട്രീംലി ലാർജ്, ഷോക്ക്ഡ് ഓർ സർപ്രൈസ്ഡ് എന്നീ പദങ്ങൾക്കാണ് തുല്യമായ പദങ്ങൾ പാസേജിൽ നിന്ന് കണ്ടെത്തേണ്ടത്. ആൻസർ. ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ കൺവെൻഷണൽ എന്ന പദമുണ്ട്. പരമ്പരാഗതമായ, പുരാതനമായ എന്നൊക്കെ അർത്ഥം വരുന്ന. ദെൻ എക്സ്ട്രീംലി ലാർജ്, എനോമസ് എന്ന പദമാണ് പാസേജിൽ നിന്ന് ലഭിക്കുന്നത്. ദെൻ ഷോക്ക്ഡ് ഓർ സർപ്രൈസ്ഡ്, ഞെട്ടിപ്പോയി, അത്ഭുതപ്പെട്ടു എന്നർത്ഥം വരുന്ന സ്റ്റാർട്ടിൽഡ്, ഈ പദങ്ങൾ പാസേജിലുണ്ട്. Question 26. What was Adishi's single story of Fide and his family? ഫിഡയെക്കുറിച്ചും അവൻ്റെ കുടുംബത്തെക്കുറിച്ചും അഡീഷിക്കുണ്ടായിരുന്ന സിംഗിൾ സ്റ്റോറി, അവരുടെ ഒരു ധാരണ എന്തായിരുന്നു? ആൻസർ. Adishi's single story of Fide's family was their poverty. She believed that Fide's family had only poverty and they could do nothing in life. ഫിഡയുടെ കുടുംബത്തെക്കുറിച്ച് അവരുടെ ദാരിദ്ര്യത്തിൻ്റെ ഒരു സ്റ്റോറി മാത്രമായിരുന്നു അഡീഷിക്കുണ്ടായിരുന്നത്. ഫിഡയുടെ കുടുംബവും ആ കുടുംബാംഗങ്ങളും വെറും ദാരിദ്ര്യം മാത്രം കൈമുതലായിട്ടുള്ള വ്യക്തികളായിരുന്നു. അവർക്ക് ജീവിതത്തിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്ന ഒരു വിശ്വാസമായിരുന്നു ആ കുടുംബത്തെക്കുറിച്ചുണ്ടായിരുന്നത്. Question 27. How did Adishi's single story of Fide and his family change? ഫിഡയെക്കുറിച്ചും ആ കുടുംബത്തെക്കുറിച്ചും അഡീഷിക്കുണ്ടായിരുന്ന സിംഗിൾ സ്റ്റോറി എങ്ങനെയാണ് മാറിയത്? ആൻസർ. When Adishi saw a beautifully patterned basket of dyed raffia made by Fide's brother, her single story of Fide's family changed. ഫിഡയുടെ സഹോദരൻ ഉണ്ടാക്കിയ റാഫിയ ബാസ്ക്കറ്റ്, അതിമനോഹരമായി മെടഞ്ഞുണ്ടാക്കി വർണ്ണങ്ങൾ കൊടുത്ത ആ ബാസ്ക്കറ്റ് കണ്ടപ്പോഴാണ് ആ കുടുംബത്തെക്കുറിച്ച് അവർക്ക് മറ്റൊരു കഴിവുമില്ല എന്ന ആ ധാരണ മാറിയത്. അടുത്ത 2 പാസേജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും. Question 28.
വൈ ഡിഡ് അഡീഷി ലെഫ്റ്റ് നൈജീരിയ വെൻ ഷി വാസ് 19? അഡീഷിക്ക് 19 വയസ്സുള്ളപ്പോൾ അഡീഷി നൈജീരിയ വിട്ടുപോയി എന്തുകൊണ്ട്? ആൻസർ: വെൻ ഷി വാസ് 19, അഡീഷി ലെഫ്റ്റ് നൈജീരിയ ടു ഗോ ടു യൂണിവേഴ്സിറ്റി ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനത്തിന് വേണ്ടിയിട്ടാണ് 19-ാം വയസ്സിൽ അഡീഷി നൈജീരിയ വിട്ടുപോയത്. Question 29. Why was Adishi's American roommate shocked? അഡീഷിയുടെ അമേരിക്കൻ റൂംമേറ്റ് ഞെട്ടിപ്പോയി എന്തുകൊണ്ട്? ആൻസർ: Adishi's American roommate was shocked by Adishi's excellent English. She had never expected such excellent English from an African. അഡീഷിയുടെ അതിമനോഹരമായ ഇംഗ്ലീഷ് കേട്ടാണ് ആ അമേരിക്കൻ റൂംമേറ്റ് ഞെട്ടിപ്പോയത്. ഒരു ആഫ്രിക്കൻ പെൺകുട്ടിയിൽ നിന്ന് അത്ര മനോഹരമായ ഇംഗ്ലീഷ് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. Question 30. Why was her American roommate confused? അമേരിക്കൻ റൂംമേറ്റ് കൺഫ്യൂസ്ഡായി, ആശയക്കുഴപ്പത്തിലായി എന്തുകൊണ്ട്? ആൻസർ: When the roommate knew English was Nigeria's official language, she got confused. നൈജീരിയയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആണെന്ന് അറിഞ്ഞപ്പോഴാണ് അവർ കൺഫ്യൂസ്ഡ് ആയത്. Question 31. When was her roommate disappointed? ആ റൂംമേറ്റ് എപ്പോഴാണ് നിരാശയായത്? ആൻസർ: When Adishi produced the tribal music tape of Mariah Carey, the roommate was disappointed. മാരിയ കാരി എന്ന അമേരിക്കൻ സിംഗറുടെ ഒരു ട്രൈബൽ മ്യൂസിക് ടേപ്പ് അഡീഷി അവർക്ക് വേണ്ടി പ്ലേ ചെയ്തു. അപ്പോഴാണ് അവർ നിരാശയായത്. Question 32. Which or whose tribal music tape did Adishi produce for her roommate? തൻ്റെ റൂംമേറ്റിനു വേണ്ടി ആരുടെ അല്ലെങ്കിൽ ഏത് ട്രൈബൽ മ്യൂസിക് ടേപ്പാണ് അഡീഷി പ്ലേ ചെയ്തത്? ആൻസർ: Adishi produced the tribal music tape of the highly popular American singer and actress Mariah Carey. ഏറെ പ്രസിദ്ധയായ അമേരിക്കൻ ഗായികയും നടിയുമായ മാരിയ കാരിയുടെ ട്രൈബൽ മ്യൂസിക് ടേപ്പാണ് അഡീഷി പ്ലേ ചെയ്തത്. Question 33. Why was the roommate disappointed when Adishi produced the tribal music tape of Mariah Carey? ഏറെ പ്രസിദ്ധയായ മാരിയ കാരിയുടെ ട്രഡീഷണൽ മ്യൂസിക് ടേപ്പ്, ട്രൈബൽ മ്യൂസിക് ടേപ്പ് പ്ലേ ചെയ്തപ്പോൾ ആ റൂംമേറ്റ് നിരാശപ്പെട്ടത് എന്തുകൊണ്ട്? ആൻസർ: The roommate's question about the tribal music was a bit contemptuous. യഥാർത്ഥത്തിൽ ആ റൂംമേറ്റ് ട്രൈബൽ മ്യൂസിക്കിനെ കുറിച്ചൊക്കെ ചോദിച്ചത് അല്പം പുച്ഛത്തോടെയായിരുന്നു. ആഫ്രിക്കക്കാരിയായ അഡീഷിയെ ഒന്ന് കളിയാക്കാൻ വേണ്ടിയിട്ട് അല്പം പുച്ഛത്തോടു കൂടിയായിരുന്നു ട്രൈബൽ മ്യൂസിക് ടേപ്പിനെ കുറിച്ച് ചോദിച്ചത്. But when Adishi presented the tribal music tape sung by the world famous celebrity Mariah Carey, it was a big blow to the roommate and she was disappointed. എന്നാൽ അവർ പരിഹാസത്തോടെ ആവശ്യപ്പെട്ട ആ ട്രൈബൽ മ്യൂസിക് ആലപിച്ചിരിക്കുന്നത് ലോകപ്രസിദ്ധയായ സെലിബ്രിറ്റി മാരിയ കാരിയാണ്. ഇത് മനസ്സിലാക്കിയപ്പോൾ ആ റൂംമേറ്റിന് അതൊരു അടി കിട്ടിയ പോലെയായി. അവർ നിരാശയായി. Then question 34. What was the position of the American roommate toward Adishi as an African? അഡീഷി ഒരു ആഫ്രിക്കൻ പെൺകുട്ടി എന്നുള്ള രീതിയിൽ ആ അമേരിക്കൻ റൂംമേറ്റിൻ്റെ മനോഭാവം എന്തായിരുന്നു? ആൻസർ: The roommate's position towards Adishi was a kind of patronizing, well-meaning pity. അല്പം ഒരു ഉയർന്ന ഭാവത്തിലുള്ള എന്നാൽ ദയ കാണിക്കുന്ന പോലുള്ള ഒരു മനോഭാവമായിരുന്നു ആ അമേരിക്കൻ പെൺകുട്ടിക്ക് അഡീഷിയോടുണ്ടായിരുന്നത്. Then question 35. What was the roommate's single story of Africa? ആ റൂംമേറ്റിന് ആഫ്രിക്കയെക്കുറിച്ചുണ്ടായിരുന്ന സിംഗിൾ സ്റ്റോറി എന്തായിരുന്നു?
Answer. The American roommate believed that Africans were only a poor and uneducated tribal community. ആ അമേരിക്കൻ പെൺകുട്ടി ആഫ്രിക്കൻ ജനതയെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത് ആഫ്രിക്കക്കാരെല്ലാം തന്നെ പാവങ്ങളും വിദ്യാഭ്യാസമില്ലാത്തവരുമായ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ഗോത്രവർഗം മാത്രമായിരുന്നു എന്നാണ്. ഇൻ ഹർ സിംഗിൾ സ്റ്റോറി ഓഫ് ആഫ്രിക്ക, ദി ആഫ്രിക്കൻസ് വുഡ് നെവർ ബി ഈക്വൽ ടു ദി അമേരിക്കൻസ്. ആഫ്രിക്കയെക്കുറിച്ചുള്ള അവരുടെ ആ സിംഗിൾ സ്റ്റോറിയിൽ ആഫ്രിക്കക്കാർ ഒരു നിലക്കും അമേരിക്കക്കാരുമായി തുല്യരായിരുന്നില്ല. അടുത്ത രണ്ട് പാസേജുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും. Question 36. Why did Adichie have to embrace the new identity as African when she was in the US? അമേരിക്കയിലായിരുന്നപ്പോൾ അഡീഷിക്ക് ആഫ്രിക്കൻ എന്ന ഒരു പുതിയ ഐഡൻറ്റിറ്റി സ്വീകരിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? ആൻസർ. Whenever Africa came up, people turned to Adichie and she had to embrace the new identity as an African. അമേരിക്കയിലായിരുന്നപ്പോൾ എപ്പോഴൊക്കെ ആഫ്രിക്ക പരാമർശിക്കപ്പെടുമ്പോഴും ജനങ്ങൾ അഡീഷിയെ നോക്കും. അങ്ങനെ ആഫ്രിക്കൻ എന്ന ഒരു പുതിയ ഐഡൻറ്റിറ്റി അവർക്ക് സ്വീകരിക്കേണ്ടി വന്നു. Question 37. When and why did Adichie get quite irritable? എപ്പോൾ, എന്തുകൊണ്ട് അഡീഷിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി? ആൻസർ. Adichie got quite irritable when Africa is referred to as a country. ആഫ്രിക്കയെ ഒരു രാജ്യമെന്ന് പരാമർശിക്കുന്നത് കേൾക്കുമ്പോൾ അവർക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ആഫ്രിക്ക ഒരു രാജ്യമല്ല, അതൊരു ഭൂഖണ്ഡമാണ്. Question 38. According to Adichie, what are the popular images about Africa from which people understand Africa? ആഫ്രിക്കയെ മനസ്സിലാക്കുന്ന, ആഫ്രിക്കയെക്കുറിച്ചുള്ള ചില പ്രചാരത്തിലുള്ള ഇമേജുകൾ, ചില ചിത്രീകരണങ്ങളുണ്ട്. അഡീഷയുടെ അഭിപ്രായത്തിൽ അവ എന്തായിരുന്നു? ആൻസർ. The popular images about Africa were that Africa was a place of beautiful landscape, beautiful animals, and incomprehensible people waiting to be saved by a kind white foreigner. ആഫ്രിക്ക മനോഹരമായ ഒരു ഭൂപ്രദേശമാണ്, മനോഹരമായ മൃഗങ്ങളുള്ള ഒരു പ്രദേശമാണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ദയാലുവായ ഒരു വെള്ളക്കാരൻ വിദേശിയാൽ രക്ഷിക്കണം എന്ന് കാത്തിരിക്കുന്ന, മനസ്സിലാക്കാൻ പ്രയാസമുള്ള, വളരെ സങ്കീർണമായ ഒരു ജനവിഭാഗത്തിൻ്റെ നാടാണ് എന്നൊക്കെയാണ് ആഫ്രിക്കയെക്കുറിച്ച് പ്രചാരത്തിലുള്ള ചില ഇമേജുകൾ. Question 39. What did Adichie's professor once tell her about her novel? തൻ്റെ നോവലിനെ കുറിച്ച് അഡീഷിയോട് ഒരിക്കൽ പ്രൊഫസർ എന്തോ പറഞ്ഞു. എന്തായിരുന്നു അത്? ആൻസർ. Adichie's professor once told her that her novel was not authentically African. അഡീഷിയുടെ നോവൽ ആഫ്രിക്കൻ തനിമ ഇല്ലാത്ത നോവലായിരുന്നു എന്നാണ് പ്രൊഫസർ പറഞ്ഞത്. Question 40. Why did her professor tell her that her novel was not authentically African? തൻ്റെ നോവൽ ആഫ്രിക്കൻ തനിമ ഇല്ലാത്തതായിരുന്നു എന്ന് ആ പ്രൊഫസർ പറയാൻ കാരണം എന്തായിരുന്നു? എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? ആൻസർ. The professor believed that no African was rich enough to drive a car and was not as educated as he was. ആ പ്രൊഫസർ വിശ്വസിച്ചിരുന്നത് ഒരു ആഫ്രിക്കക്കാരനും കാറൊക്കെ ഡ്രൈവ് ചെയ്യാൻ മാത്രം സമ്പന്നനല്ല. അതോടൊപ്പം തന്നെ ഒരു ആഫ്രിക്കക്കാരനും ആ പ്രൊഫസറെ പോലെ വിദ്യാസമ്പന്നനുമല്ല. But Adishie's characters in her novel were educated and they drove car. എന്നാൽ അഡീഷി അവരുടെ നോവലിൽ ഉണ്ടാക്കിയ കഥാപാത്രങ്ങൾ കാർ ഡ്രൈവ് ചെയ്യുന്ന വിദ്യാഭ്യാസമുള്ള വ്യക്തികളെ പോലെയായിരുന്നു. സോ ഹി തോട്ട് ദാറ്റ് ഹെർ നോവൽ വാസ് നോട്ട് ഒതൻറ്റിക്കലി ആഫ്രിക്കൻ. അതുകൊണ്ടാണ് ആ പ്രൊഫസർ
അഡീഷയുടെ നോവൽ ആഫ്രിക്കൻ തനിമ ഇല്ലാത്തത് എന്ന് പറഞ്ഞത്? അടുത്ത രണ്ട് പാസേജുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സ് കൂടെ പരിശോധിക്കാം. ക്വസ്റ്റ്യൻ 41. വാട്ട് വാസ് അഡീഷീസ് സിംഗിൾ സ്റ്റോറി ഓഫ് സക്സസ്ഫുൾ റൈറ്റേഴ്സ്? വിജയം വരിച്ച എഴുത്തുകാരെക്കുറിച്ച് അഡീഷയ്ക്കുണ്ടായിരുന്ന സിംഗിൾ സ്റ്റോറി എന്തായിരുന്നു? ആൻസർ: അഡീഷി തോട്ട് ദാറ്റ് റൈറ്റേഴ്സ് ഷുഡ് ഹാവ് അൺഹാപ്പി ചൈൽഡ്ഹുഡ്സ് ടു ബി സക്സസ്ഫുൾ. എഴുത്തുകാരെന്നുള്ള നിലക്ക് വിജയിക്കണമെങ്കിൽ അവർക്ക് അൺഹാപ്പി ചൈൽഡ്ഹുഡ്സ്, സന്തോഷമില്ലാത്ത കഷ്ടപ്പാടുകൾ നിറഞ്ഞ കുട്ടിക്കാലം ഉണ്ടാകണം എന്നായിരുന്നു അഡീഷിയുടെ സിംഗിൾ സ്റ്റോറി. ക്വസ്റ്റ്യൻ 42. ഹൗ വാസ് അഡീഷീസ് ചൈൽഡ്ഹുഡ്? അഡീഷിയുടെ കുട്ടിക്കാലം എങ്ങനെയുള്ളതായിരുന്നു? ആൻസർ: അഡീഷി ഹാഡ് എ വെരി ഹാപ്പി ചൈൽഡ്ഹുഡ് വിത്ത് ഫുൾ ഓഫ് ലാഫ്റ്റർ ആൻഡ് ലവ് ഇൻ എ വെരി ക്ലോസ് നെറ്റ് ഫാമിലി. കുടുംബാംഗങ്ങൾക്കിടയിൽ ഏറെ ഐക്യമുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ സന്തോഷവും സ്നേഹവും നിറഞ്ഞ, ചിരിയും കളിയും നിറഞ്ഞ ഒരു കുട്ടിക്കാലമായിരുന്നു അഡീഷിക്കുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ 43. Where did Adishi's grandparents die? Or who died in refugee camps? അഡീഷിയുടെ ഗ്രാൻഡ് പാരൻസ് എവിടെ വെച്ചാണ് മരിച്ചത്? അതല്ലെങ്കിൽ ഇതേ ചോദ്യം റെഫ്യൂജി ക്യാമ്പിൽ ആരാണ് മരിച്ചത് എന്നും ചോദിക്കാം. ആൻസർ: അഡീഷീസ് ഗ്രാൻഡ് പാരൻസ് ഡൈഡ് ഇൻ റെഫ്യൂജി ക്യാമ്പ്സ്. അഡീഷിയുടെ ഗ്രാൻഡ് പാരൻസ് റെഫ്യൂജി ക്യാമ്പിൽ വെച്ചാണ് മരണപ്പെട്ടത്. ക്വസ്റ്റ്യൻ 44. ഹൗ ഡിഡ് അഡീഷീസ് കസിൻ പോളി ഡൈ? അഡീഷിയുടെ കസിൻ പോളി എങ്ങനെയാണ് മരിച്ചത്? ആൻസർ: അഡീഷീസ് കസിൻ പോളി ഡൈഡ് വിതൗട്ട് ഗെറ്റിംഗ് ആഡിക്വേറ്റ് ഹെൽത്ത് കെയർ. വേണ്ടത്ര മെഡിക്കൽ കെയർ കിട്ടാതെയാണ് അഡീഷിയുടെ കസിൻ പോളി മരണപ്പെട്ടത്. ക്വസ്റ്റ്യൻ 45. Do you think Adishi's friend Onkoloma's death could have been avoided? How? അഡീഷിയുടെ ഉറ്റ സുഹൃത്ത് ഓക്കലോമയുടെ മരണം ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? എങ്ങനെ? ആൻസർ: യെസ്. ഓക്കലോമ ഡൈഡ് ഇൻ എ പ്ലെയിൻ ക്രാഷ്. ഓക്കലോമ ഒരു വിമാന ദുരന്തത്തിലാണ് മരിച്ചത്. അത് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. At that time, if the fire truck had water, the fire could have been put out and lives could have been saved. ആ വിമാന ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഫയർ ട്രക്കിൽ വെള്ളമുണ്ടായിരുന്നില്ല. വെള്ളമുണ്ടായിരുന്നെങ്കിൽ തീ അണക്കാനും ജീവനുകൾ രക്ഷപ്പെടുത്താനും കഴിയുമായിരുന്നു. ക്വസ്റ്റ്യൻ 46. Why were sometimes Adishi's parents not paid their salaries? എന്തുകൊണ്ടായിരുന്നു അഡീഷിയുടെ രക്ഷിതാക്കൾക്ക് ചിലപ്പോഴൊക്കെ സാലറി കിട്ടാതിരുന്നത്? ആൻസർ: അഡീഷീസ് പാരൻസ് were working in education department. അഡീഷിയുടെ രക്ഷിതാക്കളിലെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. The repressive military governments devalued education. എന്നാൽ അവരുടെ മിലിറ്ററി ഗവൺമെൻറ്, എല്ലാം അടിച്ചമർത്തുന്ന പട്ടാള ഭരണകൂടം വിദ്യാഭ്യാസത്തിന് വില കൽപ്പിച്ചിരുന്നില്ല. സോ ദാറ്റ് സംടൈംസ് ദേ ഡിഡ് നോട്ട് ഗെറ്റ് ദെയർ സാലറീസ്. അതുകൊണ്ടാണ് മിക്കപ്പോഴും അവർക്ക് സാലറിയൊക്കെ ലഭിക്കാതെ പോയത്. ക്വസ്റ്റ്യൻ 47. ഫൈൻഡ് ഔട്ട് ഫ്രം ദ പാസേജ് സിംഗിൾ വേർഡ്സ് ഫോർ ദ ഫോളോയിങ്. ഈ പാസേജുകളിൽ നിന്ന് താഴെ പറയുന്ന ഫ്രേസുകൾക്ക് അല്ലെങ്കിൽ വിശദീകരണങ്ങൾക്ക് ഒറ്റ പദങ്ങൾ കണ്ടെത്തുക. എ. കൺട്രോളിംഗ് പീപ്പിൾ ബൈ ഫോഴ്സ് ആൻഡ് റെസ്ട്രിക്റ്റിംഗ് ദെയർ ഫ്രീഡം. ബലം പ്രയോഗിച്ച് ജനങ്ങളെ ഒതുക്കി നിർത്തുക, അവരുടെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കുക എന്നർത്ഥം വരുന്ന ഒരു സിംഗിൾ വേർഡ്. ബി. ലെസൺ ദ വാല്യൂ ഓഫ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് സംതിങ്. എന്തിൻ്റെയെങ്കിലുമൊക്കെ വില അതല്ലെങ്കിൽ പ്രാധാന്യം ലഘൂകരിക്കുക എന്നർത്ഥം വരുന്ന ഒരു സിംഗിൾ വേർഡ്. ആൻസർ: റിപ്രസീവ്. ആളുകളുടെ സ്വാതന്ത്ര്യം ബലം പ്രയോഗിച്ച് ഹനിക്കുക, നിയന്ത്രിക്കുക എന്നർത്ഥം വരുന്നതാണ് റിപ്രസീവ് എന്ന പദം. ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പ്രാധാന്യമോ വിലയോ ലഘൂകരിക്കുക, കുറയ്ക്കുക എന്നർത്ഥം വരുന്നത് ഡി വാല്യൂ, വില. ക്വസ്റ്റ്യൻ 48.
അക്കോർഡിംഗ് ടു അഡീഷി, വാട്ട് ഡസ് ദ സിംഗിൾ സ്റ്റോറി ക്രിയേറ്റ്? അഡീഷിയുടെ അഭിപ്രായത്തിൽ സിംഗിൾ സ്റ്റോറി എന്താണ് സൃഷ്ടിക്കുന്നത്? ആൻസർ: ദ സിംഗിൾ സ്റ്റോറി ക്രിയേറ്റ്സ് സ്റ്റീരിയോടൈപ്സ്. സിംഗിൾ സ്റ്റോറികൾ സ്റ്റീരിയോടൈപ്പുകൾ സൃഷ്ടിക്കും. അതായത് നമ്മുടെ മനസ്സിൽ ചില ഉറച്ച, മാറ്റാൻ കഴിയാത്ത ധാരണകൾ സൃഷ്ടിക്കും. ക്വസ്റ്റ്യൻ 49. വാട്ട് ഈസ് ദ പ്രോബ്ലം വിത്ത് സ്റ്റീരിയോടൈപ്സ്? അങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന മാറ്റാൻ കഴിയാത്ത ചില ഉറച്ച ധാരണകൾ, അവ മിക്കപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. അങ്ങനെയുള്ള സ്റ്റീരിയോടൈപ്സുകളുടെ പ്രശ്നം എന്താണ്? ആൻസർ: ദ പ്രോബ്ലം വിത്ത് സ്റ്റീരിയോടൈപ്സ് ഇസ് നോട്ട് ദാറ്റ് ദേ ആർ അൺട്രൂ, ബട്ട് ദേ ആർ ഇൻകംപ്ലീറ്റ്. സ്റ്റീരിയോടൈപ്പുകൾ എന്നറിയപ്പെടുന്ന ചില ഉറച്ച ധാരണകൾ, അവയുടെ പ്രശ്നം എന്നുള്ളത് അവ അസത്യമാകണമെന്നില്ല. സത്യമായിരിക്കാം, എന്നിരുന്നാലും അവ ഇൻകംപ്ലീറ്റ് ആയിരിക്കും, അപൂർണങ്ങളായിരിക്കും. പൂർണ്ണമായ വിശ്വാസമായിരിക്കില്ല, ധാരണകളായിരിക്കില്ല, പൂർണ്ണമായ സത്യങ്ങളായിരിക്കില്ല. ക്വസ്റ്റ്യൻ 50. If the members of a family help and support one another, it is a dash family. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയുമാണെങ്കിൽ അത്തരമൊരു കുടുംബത്തെ നമുക്ക് ഡാഷ് എന്ന പേര് പറയാം. ഫൈൻഡ് ഔട്ട് എ സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദീസ് പാസേജസ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഈ സെൻറ്റൻസ് പൂർത്തീകരിക്കാൻ അനുയോജ്യമായ ഒരു പദം ഈ പാസേജുകളിൽ നിന്ന് കണ്ടെത്തുക. നമുക്കറിയാം, അംഗങ്ങൾക്കിടയിൽ ഐക്യവും സഹകരണമുണ്ടെങ്കിൽ അത്തരം കുടുംബങ്ങളെ നമ്മൾ ക്ലോസ് നിറ്റ് ഫാമിലി എന്ന് പറയും. ദി ആൻസർ ഈസ്: ഇഫ് ദ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് വൺ അനദർ, ഇറ്റ് ഈസ് എ ക്ലോസ് നിറ്റ് ഫാമിലി. വളരെ അടുപ്പമുള്ള കുടുംബം. ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന ഈ ലെസണുമായി ബന്ധപ്പെട്ട് 50ഓളം ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും നാം വിശദീകരിച്ചു. ഇനി ഈ ലെസണുമായി ബന്ധപ്പെട്ട ഗ്രാമർ ക്വസ്റ്റ്യൻസ്, ഡിസ്കോഴ്സുകൾ ഇവ വിശദീകരിക്കേണ്ടതുണ്ട്. അവ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കും. ഈ വീഡിയോയിൽ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ പരീക്ഷയ്ക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യൂവീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.